ഏവരെയും ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് ചക്കക്കുരു അല്ലേ. അപ്പോൾ ചക്കക്കുരു കൊണ്ട് ഇത് ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ആവരണം കേട്ടോ. നമ്മളിത് സാധാരണയായിട്ട് എന്താ ചെയ്യാറ്, ഇത് നമ്മൾ വേസ്റ്റ് ബിന്നിലോട്ടിടും. ഇതുവരെയും ഞാനും ഇത് ചെയ്തിട്ടില്ല, ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതുമായുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളിനി ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ ഈ ഭാഗം കളയാൻ പാടില്ല കേട്ടോ. ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു മിസ്സാണ് എനിക്കിത് പരിചയപ്പെടുത്തിയത്. ഞാൻ കഴിച്ചു നോക്കി, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്കിന്ന് കിട്ടിയപ്പോൾ ഞാനും അതൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചക്കക്കുരുവിൻ്റെ ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള ഈ ആവരണം കളയാതെ ഇളക്കിയെടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലോട്ട് നമ്മൾ മെഴുക്ക് പുരട്ടത്തില്ലേ, മെഴുക്ക് പുരട്ടി പോലെ ആക്കിയെടുക്കുക. മുളക് പൊടി ഞാനിതിൽ ചേർത്തത് ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. കറിവേപ്പില, കടുക്, എണ്ണ, അതുപോലെ ചക്കക്കുരുവിൻ്റെ ഈ ആവരണം, അതുകൂടാതെ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ച് ഇത് ഒന്ന് നന്നായിട്ട് വഴറ്റി മൂപ്പിച്ചെടുത്തു. അപ്പോൾ എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീച്ചറാണ്, ഒരു മിസ്സാണ് എനിക്കിത് പരിചയപ്പെടുത്തി തന്നതാണ്. അവരുടെ അമ്മ ഉണ്ടാക്കി കൊടുത്തു, അവർ സ്കൂളിൽ കൊണ്ടുവന്നു. അങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങളും വളരെ പോഷകസമൃദ്ധമാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ വെറുതെ അത് വേസ്റ്റ് ബിന്നിലായിട്ടത്. അപ്പോൾ ഇത് പുതിയൊരു അറിവാണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് കിട്ടുകയാണെങ്കിൽ കളയാതെ നിങ്ങളും ഒരു ഡിഷായിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയൊക്കെ ആഡ് ചെയ്യാം, സവാളയും ഷാലറ്റ്സൊക്കെ ആഡ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി സാധാരണ തയ്യാറാക്കുന്നത് അതുപോലെ ചെയ്യാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ സവാളയൊന്നും ചേർത്തിട്ടില്ല, സവാളയോ ഷാലറ്റ്സോ ഒന്നും ചേർത്തിട്ടില്ല. വെളുത്തുള്ളിയൊക്കെ ഗാർലിക്കൊക്കെ ചേർക്കാം, ടേസ്റ്റായിരിക്കും. ഒരു പീസ് ഇഞ്ചിയൊക്കെ ചേർക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഫസ്റ്റ് ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് മാത്രം വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പം വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അഭിപ്രായവും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.